ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ തക്കണം ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ കാലിൻ്റെ ഒരു അസുഖം കാരണം വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി ഒരു സന്ദേശം അയക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ നാളുകളിൽ ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വിശേഷിച്ച് മഹനീയം ഗോസ്ബൽ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ ഗോസ്ബൽ മിനിസ്ട്രിയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ദിവസങ്ങൾ വളരെ സന്തോഷകരമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു മെസ്സേജ് ഇതിനു വേണ്ടി തരുവാൻ തക്കണം കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ജൂബിലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ 50 കൊല്ലം കൂടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ജൂബിലി. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ജൂബിലി എന്നെഴുതിയിരിക്കുന്ന സ്ഥാനത്ത് മലയാളം വേദപുസ്തകത്തിൽ യോബേൽ സംവത്സരം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ചരിത്രത്തിൽ ഓരോ 50 വർഷം കൂടുമ്പോഴും ജൂബിലി ഇയറായിട്ട് ഇസ്രായേൽ മക്കൾ കൊണ്ടാടി വന്നു. ആ നാളുകളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും ഒരു ഫ്രീഡം കൊടുക്കുന്ന സമയമാണത്. മഹനീയം ഫുൾ ഗോസ്പൽ മിനിസ്ട്രി സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ മിനിസ്ട്രിയിൽ ഉൾപ്പെട്ടവർക്കും ഈ സഭകളിൽ ഉൾപ്പെട്ടവർക്കും എല്ലാവർക്കും കർത്താവ് പ്രത്യേക ഒരു ഫ്രീഡം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. വളരെ എളിയ നിലയിൽ ആരംഭിച്ച ഈ കൂട്ടായ്മ ഇപ്രകാരം വളർന്ന് വർദ്ധിച്ച സഭയായി അതിന് ശേഷം ഒരു നല്ല ഒരു മിനിസ്ട്രിയായിട്ട് മാറിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പാസ്റ്റർ ജോൺ ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഇത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ജോൺ ബാബു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ സഹധർമ്മിണി സുജിതയും അദ്ദേഹത്തിൻ്റെ മക്കൾ ജോനാഥൻ, ജോവാന, എലിഷേബ എന്നിവരൊക്കെയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ശുശ്രൂഷ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ സിൽവർ ജൂബിലി ആഘോഷം കഴിയുന്ന സന്ദർഭത്തിൽ സഭയുടെ വളർച്ച പിന്നെയും മുകളിലേക്ക് കുതിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യഹൂദൻ്റെ ക്രമമനുസരിച്ച്, ആചാരമനുസരിച്ച് ഒരു ജൂബിലി കഴിയുമ്പോൾ അനവധി ആളുകൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. അനവധി ആളുകൾ യഥാസ്ഥാനപ്പെടും. ജീവിതത്തിൽ മാറ്റം വരാത്ത പല വിഷയങ്ങൾക്കും വലിയ മാറ്റങ്ങൾ നടക്കും. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ സഭയുടെ ചരിത്രത്തിൽ ദൈവം രേഖപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹൈദരാബാദ് പട്ടണത്തിലെ എണ്ണം പറഞ്ഞ വേലകളിൽ ഒന്നായി നിലനിൽക്കുന്ന മഹനീയം ഗോസ്ബൽ മിനിസ്ട്രി അതിൻ്റെ പൂർവാധിക ശക്തിയോടെ ഇനിയും വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
തുടർന്ന് ദൈവവചനത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നമുക്ക് പരിശോധിക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യത്തിലാണ് ആദ്യമായി ജൂബിലി എന്ന പദം നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ വായിക്കുകയാണെങ്കിൽ 25-ാം അധ്യായം മുഴുവനും തന്നെ ഈ പ്രത്യേക സന്ദർഭത്തെ കുറിക്കുന്ന വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യം വായിക്കാം. 10-ാം വാക്യം, 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അന്ന് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താൻ്റെ വീടുകളിലേക്കും അവകാശങ്ങളിലേക്കും മടങ്ങിപ്പോകണം. ഓരോരുത്തരും താന്താൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് യോബേൽ സംവത്സരം ആയിരിക്കണം. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിള കൊയ്യുകയോ വെള്ളിത്തല മുറിക്കുകയോ മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത്. പന്ത്രണ്ടാം വാക്യം പറയുന്നു, അത് യോബേൽ സംവത്സരമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. ആ ആണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്നും തന്നെ എടുത്തു തിന്നണം. ഇങ്ങനെയുള്ള യോബേൽ സംവത്സരത്തിൽ നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യോബേൽ സംവത്സരം എന്ന് പറയുന്നത് ഒരു തിരിച്ചുപോക്കിൻ്റെ വർഷമാണ്. പുതിയ അനുഭവത്തിലേക്ക് പോകുന്നൊരു സന്ദർഭമാണ്. അന്ന് 50 വർഷം കഴിയുമ്പോൾ അതുവരെ അടിമകളായിരുന്നവർക്കെല്ലാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഒരു സന്ദർഭമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ 50 വർഷം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം തന്നെ ഒരു വിടുതലുണ്ടെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. ആക്ഷരികമായ 50 വർഷം ഒന്നും എടുക്കേണ്ട. ദൈവത്തിൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യോബേൽ സംവത്സരം ഉണ്ട്. അത് ഈ സഭയുടെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദൈവം വലിയവനായതുകൊണ്ട് അവൻ കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ജൂബിലി സംവത്സരത്തിൽ നമ്മൾ വായിക്കുന്നത് 50 വർഷത്തെ അടിമത്തിൽ കിടക്കുന്ന എല്ലാ അടിമകളെയും സ്വതന്ത്രമാക്കണം. ഇത് സംഭവിക്കുന്നത് ഓരോ 50 വർഷം കൂടുമ്പോഴാണ്. അതായത് 49 വർഷത്തിൽ പിടിക്കപ്പെട്ടവനും 48 വർഷത്തിൽ അടിമയായവനും എല്ലാം സ്വാതന്ത്ര്യം ഒരുപോലെ ലഭിക്കും. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അവരുടെ സാമ്പത്തികമായ സ്വാതന്ത്ര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് പറയുമ്പോൾ യഥാർത്ഥമായും അവരുടെ സാമ്പത്തികമായ വിടുതലാണ് അതിനെ കാണിക്കുന്നത്. ഇതൊരു ജൂബിലി വർഷമായിട്ട് ദൈവം മഹനീയം ഗോസ്പൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ ഈ സഭയിലുള്ള സകലർക്കും സാമ്പത്തികമായൊരു വിടുതൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. യോബേൽ സംവത്സരം വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, സകല കടങ്ങളും ഇളച്ചു കൊടുക്കണം. കണക്ക് കൂട്ടി, വർഷത്തിൻ്റെ കണക്കനുസരിച്ച് കൃത്യമായി കണക്ക് കൂട്ടി എന്തു വന്നാലും കടങ്ങൾ ഇളച്ചു കൊടുക്കുന്ന ഒരു വർഷമാണ് ജൂബിലി വർഷം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ഈ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരുടെയും സകല കടങ്ങളും ഇളച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് എല്ലാവരുടെ ഭാരങ്ങളെയും ദൈവം കൈകാര്യം ചെയ്യട്ടെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് ഈ ജൂബിലി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളുടെ എല്ലാവരുടെയും കടഭാരങ്ങളെ ദൈവം സന്ദർശിക്കട്ടെ. യോസഫിൻ്റെ കാലത്ത് നമ്മൾ തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു,
ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു. ക്ഷാമം കനാൻ ദേശം മുഴുവൻ വ്യാപിച്ചപ്പോൾ കനാൻ ദേശത്ത് നിന്ന് നമ്മുടെ പിതാക്കന്മാരെ മിസ്രൈമിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ അവരെ ക്ഷേമമായി പരിപാലിച്ചു. അതുപോലെ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയ രൂത്തും കുടുംബവും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് നഷ്ടങ്ങളെല്ലാം സംഭവിച്ചെങ്കിലും ആ നഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് യഹോവ തൻ്റെ ജനത്തെ ബേത്ലഹേം സന്ദർശിച്ച പ്രകാരം അവർ കേട്ടു. രൂത്തും നവോമിയും തിരുവേദന പ്രകാരം നമ്മൾ വായിക്കുന്നു, അവർ ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നു. അതോടെ ആ കുടുംബത്തിന് വിടുതലായി. മടങ്ങി വരുന്ന ഒരുവനെ ദൈവം വിടുതൽ കൊടുക്കുന്നുവെന്ന് ഇന്നും എന്നും അറിയാവുന്നൊരു സത്യമാണ്. ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മുടിയനായ പുത്രൻ അല്ലെങ്കിൽ ഇളയ മകൻ സകലതും നഷ്ടപ്പെടുത്തി സകലതും ദൂർത്തടിച്ച് ദൂരദേശത്ത് പോയി പാർത്തിരിക്കുന്ന വേളയിൽ അവന് സുബോധം വന്നപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലും. എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ ഞാൻ ഏറ്റുപറയും, പരാജയങ്ങൾ ഞാൻ ഏറ്റുപറയും, കുറവുകൾ ഞാൻ ഏറ്റുപറയും. അങ്ങനെ അവൻ പറഞ്ഞിട്ട് അവൻ അപ്പൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി. ഈ ജൂബിലി കഴിയുമ്പോൾ മടങ്ങിപ്പോകുന്നൊരു വർഷമായി മാറട്ടെ. മടങ്ങിച്ചെന്ന് അപ്പനോട് മുടിയൻ പുത്രൻ ഏറ്റുപറഞ്ഞതുപോലെ ദൈവത്തെങ്കിലേക്ക് മടങ്ങിച്ചെന്ന് പരാജയങ്ങളും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. അവിടെ നമ്മൾ വായിക്കുന്നത്, മുടിയൻ പുത്രൻ മടങ്ങിച്ചെന്നപ്പോൾ പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഏവനെയും സ്വീകരിക്കുന്ന ഒരു മഹാദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലുവാൻ പ്രത്യേകമായി ഈ യൂബിലി വർഷം ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ. നിങ്ങളിന്നും വാളവര തിന്നുന്ന അനുഭവത്തിൽ പന്നിക്കൂട്ടിലാണെങ്കിൽ അതിൻ്റെ കാരണം പിതാവിൽ നിന്ന് ദൂരെയാണ്. നമ്മൾ വായിക്കുന്നു, അവൻ ആഗ്രഹിച്ചിട്ടും പന്നിയുടെ ആഹാരം പോലും, പന്നിത്തീറ്റ പോലും ആരും അവന് കൊടുത്തില്ല. പിതാവിൽ നിന്ന് അകന്നു പോയവനെ സഹായിക്കാൻ ഒരുത്തനും മനസ്സില്ല. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നുപോയൊരു വ്യക്തിയെ സഹായിക്കാൻ ലോകത്തൊരു മനുഷ്യനുമില്ല. ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലുക അല്ലാതെ വേറെ ഒരു നിർവാഹവുമില്ല. കർത്താവിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ദൈവം എങ്ങനെ നമ്മളെ സ്വീകരിക്കുമെന്ന് ഈ ഉപമ വ്യക്തമാക്കുന്നു. ദൂരത്ത് നിന്ന് മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വീകരിച്ചു. സങ്കീർത്തനം വായിക്കുന്നു, എൻ്റെ പാപത്തിൻ്റെ കുറ്റം ഞാൻ അവനോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപം എന്നോട് ക്ഷമിച്ചു തന്നു. പാപങ്ങളും അതിൻ്റെ കുറ്റവും അതിനുള്ള ശിക്ഷയും ക്ഷമിച്ചു തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ക്ഷമിച്ചു തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ തീരുമാനം എടുക്കുന്ന സമയത്ത് അവൻ നമ്മളോട് ക്ഷമിക്കും. ദൈവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കാൾ ആദ്യം നോക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള തീരുമാനങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്ന തീരുമാനങ്ങളാണ് പ്രവൃത്തിയായിട്ട് വെളിയിൽ വരുന്നത്. ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളെടുക്കുന്നൊരു തീരുമാനം നാളേക്കുള്ള മാർഗത്തെ മാറ്റും, നാളേക്കുള്ള അനുഗ്രഹത്തെ മാറ്റും.
അത് ശാപത്തെ മാറ്റി അനുഗ്രഹമായി തീർക്കും. പന്നിക്കൂട്ടിലുള്ള നിങ്ങൾക്ക് കിടപ്പിന് മാറ്റം വരും. വാളവരെ തിന്നുന്ന അനുഭവത്തിന് മാറ്റം വരും. നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ചുറ്റും ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. ചുറ്റുമുള്ള പന്നികളുടെയും അതുപോലെയുള്ള ആളുകളുടെയും മധ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് മാറുവാൻ സാധിക്കും. പന്നി തിന്നുന്ന വാളവര കൊണ്ട് പോലും വിശപ്പ് അടക്കാൻ കഴിയാത്തവനെ അവൻ്റെ സ്വന്തം വീട്ടിൽ ചെന്നപ്പോൾ മടങ്ങി ചെന്നപ്പോൾ പിതാവ് സ്വീകരിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുക മാത്രമല്ല, അവന് വേണ്ടി പെട്ടെന്ന് വേലക്കാരെ വിളിച്ച് അദ്ദേഹം കൽപ്പിക്കുകയാണ്, പിതാവ് കൽപ്പിക്കുകയാണ്, ഇവനെ വേഗം മേൽത്തരമായ അങ്കി ധരിപ്പിപ്പീൻ, അവനെ കാലിന് ചെരുപ്പിടിവിക്കീൻ, കൈക്ക് പൊന്മോതിരം ഇടിവിപ്പീൻ. ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുന്നവനെ ധരിപ്പിക്കുന്നൊരു ദൈവമാണ്. അവൻ വിശേഷ വസ്തുക്കളെ കൊണ്ട് ധരിപ്പിക്കും. നിൻ്റെ വസ്ത്രം അവൻ മാറ്റും, മുഷിഞ്ഞ വസ്ത്രം മാറ്റും, വിലയേറിയ വസ്ത്രം നിന്നെ ധരിപ്പിക്കും, നിൻ്റെ കൈക്ക് പൊന്മോതിരം ഇടിവിക്കും, നിന്നെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യത്തക്കവണ്ണം നിന്നെ അധികാരപ്പെടുത്തും. ഒരു പ്രയോജനമില്ലാത്ത പന്നി മേയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ ഏറ്റവും പ്രയോജനമുള്ള അനുഭവത്തിലേക്ക് ദൈവം മാറ്റും. മാത്രമല്ല, നിനക്ക് സഞ്ചരിക്കാൻ തക്കവണ്ണം കാലിന് ചെരുപ്പിടിവിക്കുന്നൊരു ദൈവമുണ്ട്. ഇതിൻ്റെ അർത്ഥം നിൻ്റെ ജീവിതത്തിൽ യാത്രകളെ തടഞ്ഞിരിക്കുന്നുവെങ്കിൽ, സ്വാതന്ത്ര്യമില്ലെങ്കിൽ ദൈവം നിനക്ക് സ്വാതന്ത്ര്യം തരും. പലർക്കും ഇന്ന് ആഗ്രഹിച്ചിട്ടും യാത്ര ചെയ്യാൻ കഴിയാതെ കൊണ്ട് പിശാച് അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ആ ബന്ധനങ്ങളെ അറുത്ത് ദൈവം നിന്നെ സ്വതന്ത്രമാക്കും. കാലിന് ചെരുപ്പിടിവിക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേൽക്കാനും നടക്കാനും നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനും ദൈവം നിനക്ക് അധികാരം തരും. മാത്രമല്ല, നീ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരോട് കൽപ്പിക്കത്തക്കവണ്ണം പൊന്മോതിരം നിന്നെ അധികാരപ്പെടുത്തും. ഈ പൊന്മോതിരത്തിൻ്റെ ബലത്തിൽ മുദ്രയിൽ നീ ഒരു കൽപ്പന ഇട്ടാൽ അതനുസരിക്കാൻ ആളുണ്ടാവും. അനുസരിക്കാത്ത പന്നിക്കൂട്ടമല്ല, അനുസരിക്കുന്ന വേലക്കാരെ കൊണ്ട് നിൻ്റെ ചുറ്റും ദൈവം നിർത്തും. ഇതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും വായിക്കുന്നു, അവന് വേണ്ടി തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു. പന്നിയുടെ വാളവര പോലും കിട്ടാതിരുന്ന സ്ഥാനത്ത് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത ഒരു പിതാവിനെ നമ്മളിവിടെ കാണുന്നു. നിൻ്റെ ശരീരത്തിന് വേണ്ടി മാത്രമല്ല, നിൻ്റെ ആഹാരത്തിന് വേണ്ടിയും കരുതുന്ന ഒരു പിതാവാണ് ഈ പിതാവ്. അതിൻ്റെ അർത്ഥം ദൈവം നിൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ വിഷയങ്ങളും ഒരേ സമയം കൈകാര്യം ചെയ്യും. മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ വേലക്കാർ വീട്ടിൽ 4 വശത്തേക്ക് ഓടാൻ തുടങ്ങി. ഒരു കൂട്ടർ ഡ്രസ്സ് എടുക്കാൻ ഓടുന്നു, വേറൊരു കൂട്ടർ ചെരുപ്പെടുക്കാൻ ഓടുന്നു, ഇനി ഒരു കൂട്ടർ കാളക്കുട്ടിയെ പിടിക്കാൻ ഓടുന്നു, വേറൊരു കൂട്ടർ അതിനെ ഒരുക്കാൻ ഓടുന്നു, ഒരു കൂട്ടർ വേവിക്കാൻ ഓടുന്നു, മറ്റൊരു കൂട്ടർ വിളമ്പാൻ വരുന്നു. ഇതെല്ലാം നിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. നീ ഇന്ന് മടങ്ങി വരുമെങ്കിൽ നിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളത് മുഴുവൻ ചെയ്യാൻ പിതാവ് ഒരുക്കമാണ്. ദൈവം ചെയ്യുന്ന വൻ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. നീ തള്ളിക്കളഞ്ഞ പിതാവിൻ്റെ സമ്പത്ത് നിനക്ക് വീണ്ടും കൈവശം വരും. പിതാവിൻ്റെ പക്കൽ ഇനിയും സമ്പത്തുണ്ട്.
അതാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ പക്കൽ ധാരാളം വിമോചനമുണ്ട്, അവൻ്റെ സമ്പത്തിന് അതിർത്തിയില്ല. അതുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ തിരിച്ചു വരുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് എത്ര വലുതാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രം മതി, നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എഴുന്നേറ്റ് ദൈവഭാഗത്തേക്ക് മടങ്ങി ചെല്ലുക. ആരാധനയിലേക്ക് മടങ്ങുക, പ്രാർത്ഥനയിലേക്ക് മടങ്ങുക, ഉപവാസത്തിലേക്ക് മടങ്ങുക, ദൈവവചനത്തിലേക്ക് മടങ്ങുക, ദൈവസഭയിലേക്ക് മടങ്ങുക, ദൈവദാസന്മാരുടെ ഇടയിലേക്ക് ചെല്ലുക. അങ്ങനെ ജീവിതത്തിലൊരു മടക്കം ഈ ജൂബിലി മുഖാന്തരം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ജൂബിലി എന്ന് പറയുന്നത് ഒരു മടക്കത്തിൻ്റെ വർഷമാണ്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലുള്ള വിടുതൽ ഈ വർഷം പ്രാപിക്കണം, ഒരു മടങ്ങിവരവ് ഈ വർഷം ഉണ്ടാകണം. അതുപോലെ തന്നെ പിശാച് അടിമപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വേദികളിലും ദൈവത്തിൻ്റെ പ്രവർത്തനം വെളിപ്പെടണം. ആരെങ്കിലും പിശാച് അടിമയായിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ദൈവവചന പ്രകാരം ഒരു സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കണം. അവരുടെ ദൈവം വലിയവനാകിയാൽ, അവൻ്റെ ശക്തി വലുതാകിയാൽ അവരെ വിടുതൽ ദൈവവചന പ്രകാരം സാധ്യമാണ്. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ പല സമയങ്ങളിൽ പല വിധത്തിലുള്ള ബന്ധനങ്ങൾ പിശാചിട്ടിരിക്കുകയാണ്. ഇന്ന് ആ ബന്ധനങ്ങൾ അറുക്കുന്ന ദൈവകൃപ വ്യാപരിക്കണം. നമ്മൾ വായിക്കുന്നു, ജൂബിലി വർഷത്തിൽ ഓരോരുത്തരും താൻ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. ഞാൻ പറയട്ടെ, ഈ ജൂബിലി വർഷമായ ഈ വർഷം ദൈവസഭയിൽ മഹനീയം ഗോസ്ബൽ മിനിസ്ട്രിയിൽ അകന്നു നിൽക്കുന്ന, കുടുംബപരമായി അകന്നു നിൽക്കുന്ന എല്ലാവരും മടങ്ങി വരണം. കുടുംബം പുനഃസ്ഥാപിക്കപ്പെടണം. ദൈവവചനം അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ അപ്പനെ മക്കളോടും മക്കളെ അപ്പന്മാരോടും നിരപ്പിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ നടക്കണം. എത്ര നാളെടുത്തെന്ന് അറിയത്തില്ല. ദൈവം നിരപ്പിച്ചെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഗ്യാപ്പ് ആ നിരപ്പിക്കാനുള്ള സമയത്തിന് ഇടയ്ക്കുള്ള സന്ദർഭമാണ്. മലാക്കി മുതൽ മത്തായി വരെയുള്ള 400 വർഷങ്ങൾ എടുത്തു ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ നടക്കാൻ. മലാക്കി കഴിഞ്ഞ് മത്തായി സുവിശേഷം വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ വായിക്കുന്നു. 400 സംവത്സരങ്ങൾക്ക് ശേഷം മെശിഹ ജനിക്കുന്നു. മെശിഹയുടെ ജനനത്തോടുകൂടി നിരപ്പിൻ്റെ ശുശ്രൂഷ ദൈവം നിർവഹിച്ചെടുത്തു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം സമാധാനമുണ്ടെന്ന തത്വം നിറവേറി. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങി വന്നു. മരണത്തിന് അധികാരിയായിരുന്ന പിശാചിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് എന്നേക്കുമുള്ള സ്വാതന്ത്ര്യം കർത്താവ് പ്രഖ്യാപിച്ചു. കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനെ അരുളി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി 400 സംവത്സരം കഴിഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ നിറവേറി. മഹനീയം ഗോസ്ബൽ മിനിസ്ട്രിയിൽ ആയിരിക്കുന്ന സഭകളിലുള്ള എല്ലാ വിശ്വാസികൾക്കും ദൈവം യഥാർത്ഥമായൊരു മടങ്ങിവരവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കുടുംബത്തിലേക്ക് അവർ മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട സമ്പത്തിലേക്ക് മടങ്ങി വരട്ടെ. അതുപോലെ മടങ്ങി വരേണ്ട ഒരു ഭാഗമുണ്ട്. നമ്മുടെ ആരോഗ്യം പിശാച് അടിമത്തത്തിൽ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വിട്ടുപോരേണ്ടത് ആവശ്യമാണ്. യോബേൽ സംവത്സരത്തിൽ ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു വചനമുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ ശക്തി ഈ ജൂബിലിയിലും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട ആരോഗ്യത്തിലേക്ക് ഓരോരുത്തരും മടങ്ങി വരട്ടെ. രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് മടങ്ങി വരട്ടെ. അങ്ങനെ നോക്കുമ്പോൾ ജൂബിലി ഈ വക നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വക പ്രശ്നങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്. ഒരു മടക്കം നിശ്ചയമായിട്ടുമുണ്ട്. ജൂബിലി വർഷത്തിലുണ്ട്. ആത്മീയ വിഷയങ്ങളിൽ മടക്കമുണ്ട്. ഭൗതിക വിഷയങ്ങളിൽ മടക്കമുണ്ട്. സാമ്പത്തിക വിഷയങ്ങളിൽ മടക്കമുണ്ട്. കുടുംബത്തിൻ്റെ വിഷയങ്ങളിൽ മടക്കമുണ്ട്. രോഗത്തിൻ്റെ വിഷയത്തിൽ മടക്കമുണ്ട്. എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കുന്നൊരു ദൈവമുണ്ട്. അവന് കഴിയാത്തതൊന്നുമില്ല. എൻ്റെ ദൈവം വലിയവനാണ്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ചെറിയൊരു ദൈവമല്ല, ഒരു വലിയ ദൈവമാണ്. ഈ ദൈവത്തെക്കൊണ്ട് അസാധ്യമായ ഒന്നുമില്ല. ജൂബിലി വർഷം പ്രഖ്യാപിക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നൊരു സന്ദർഭമുണ്ട്. ദൈവത്തിൻ്റെ വചനമാകിയാൽ ദൈവം തന്നെയാണിത് പ്രഖ്യാപിക്കുന്നത്. വീണ്ടും നമ്മൾ വായിക്കുന്നു, ജൂബിലി സംവത്സരത്തിൽ വള്ളിത്തല മുറിക്കരുത്, പടുവില കൊയ്യരുത്, വിതയ്ക്കരുത്. ആ ആണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്ന് എടുത്തു തിന്നണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യാൻ ദൈവം അധികാരപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങൾ നട്ടിട്ടില്ലാത്തത് പറിക്കാൻ ദൈവം തരുന്ന അനുഭവമാണ്. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടിരുമ്പോൾ കർത്താവ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കെട്ടിയിട്ടില്ലാത്ത വീടുകളും നട്ടിട്ടില്ലാത്ത തോട്ടങ്ങളും വെട്ടിയിട്ടില്ലാത്ത കിണറുകളും മനോഹര വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വീടുകളും ഞാൻ നിങ്ങൾക്ക് തരും. ദൈവം പ്രസാദിച്ചാൽ നമ്മുടെ വീട് നമ്മൾ കെട്ടണ്ട, നമ്മൾ നനയ്ക്കണ്ട, നമ്മൾ വിതയ്ക്കണ്ട. ദൈവം നമ്മളെ അധികാരപ്പെടുത്തിയാൽ വേണ്ടതവൻ തരും. ജൂബിലി വർഷം അർത്ഥമാക്കുന്ന ഇതാണ്. നിങ്ങൾ താനേ വിളയുന്നത് തിന്നും, നിങ്ങൾ നട്ടില്ലാത്തത് തിന്നും, നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യും. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജൂബിലി വർഷത്തിൽ നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും, ക്ഷീണിച്ചു പോകാതെ നടക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ക്ഷീണങ്ങളെയും മാറ്റത്തക്കവണ്ണം ഈ ജൂബിലി വർഷത്തിൽ ദൈവം പ്രവർത്തിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജൂബിലി വർഷം പ്രത്യേകാൽ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 450 വർഷത്തെ അടിമപ്പാടിൽ നിന്ന് ഇസ്രായേൽ മക്കൾ മടങ്ങി വന്ന വർഷം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. 4ാം തലമുറ മടങ്ങി വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 4ാം തലമുറ തന്നെ എക്സോഡസ് ആരംഭിച്ചു. 4ാം തലമുറ 400 വർഷം കഴിഞ്ഞ് വന്നതുപോലെ തന്നെ ഇസ്രായേൽ കാത്തിരുന്ന മിശിഹ 4000 വർഷം കഴിഞ്ഞപ്പോൾ വന്നു. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം 4000 വർഷം കഴിഞ്ഞപ്പോൾ ആരംഭിച്ചു. ചരിത്രം തന്നെ രണ്ടായി തിരിച്ചുകൊണ്ട് AC എന്നും AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. ഏത് ദൈവവിശ്വാസമില്ലാത്തവനും അവൻ്റെ
ജീവിതത്തിൽ ADയും BCയും ഒന്നിച്ച് കിടക്കുന്നു. യേശുക്രിസ്തുവിന് മുമ്പ് എത്ര വർഷം കഴിഞ്ഞ് ജനിച്ചുവെന്ന്, യേശുക്രിസ്തുവിന് ശേഷം എത്ര വർഷം കഴിഞ്ഞ് ജനിച്ചുവെന്ന് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും യേശുവിനെ അറിഞ്ഞില്ലെങ്കിലും അവൻ്റെ ജീവിതം യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. യേശു ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ചത് സകല മനുഷ്യർക്കും സ്വാതന്ത്ര്യം വരുത്തുവാനാണ്. പിശാച് ബന്ധിച്ചിരുന്ന ജീവിതങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുവാനാണ് യേശുവിൻ്റെ വരവ്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി എന്ന് ഞാൻ വായിക്കുന്നു. ഇന്ന് ബദ്ധന്മാരായി കിടക്കുന്ന സകലരെയും വിടുവിക്കാൻ തക്കവണ്ണ ശക്തി അവൻ്റെ കയ്യിലുണ്ട്. ഉയരത്തിലേക്ക് കയറിയെന്ന് മാത്രമല്ല, അവൻ ദാനങ്ങളെ പകർന്നു കൊടുക്കുമെന്ന് വായിക്കുന്നു. നമ്മൾക്ക് വേണ്ടതെല്ലാം ദാനമായി നൽകുവാൻ തക്കവണ്ണം അവൻ്റെ പക്കലുണ്ട്. ഇന്ന് വേണ്ടത് ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കാനറിഞ്ഞാൽ മാത്രം മതി. പ്രാർത്ഥനയിൽ യാചിക്കുന്നതൊക്കെയും ലഭിക്കുമെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ദൈവവചനം പറയുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് മുമ്പേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കാം. ഈ ജൂബിലി വർഷത്തിൽ ഒരു പുതിയ തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ രാജ്യം നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ വേണ്ടതെല്ലാം തരുന്നൊരു ദൈവമുണ്ട്. ഒന്നിനും മുട്ടില്ലാതെ നടത്തുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ, യഹോവൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയിലുള്ളതിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ചില തീരുമാനങ്ങൾ ഇതുപോലെ എടുക്കാൻ നമ്മൾ സഹായിക്കട്ടെ. ദൈവകൃപ നമ്മിൽ വ്യാപരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജൂബിലി വർഷം ആശംസിച്ചുകൊണ്ട് ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങൾക്ക് നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന മഹനീയം ഗോസ്ബൽ മിനിസ്ട്രിയുടെ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ കൂടെ വലിയ വിടുതലുകൾ നടക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജോൺ ബാബു ചെയ്യുന്ന ഈ ശുശ്രൂഷ ലോകപ്രസിദ്ധമായി മാറട്ടെ. കർത്താവേ, ഹൈദരാബാദ് മുഴുവനും വ്യാപരിക്കട്ടെ. ഹൈദരാബാദിൽ മാത്രമല്ല, ഹൈദരാബാദിന് പുറത്ത് ഇന്ത്യ മുഴുവനും വ്യാപരിക്കട്ടെ. അനേകായിരങ്ങൾ, അനേക ലക്ഷങ്ങൾ യേശുവിനെ അറിയുവാൻ, സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, ധൈര്യം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. കർത്താവേ, സാക്ഷാൽ യോബേൽ വത്സരത്തിൽ നടക്കുന്ന 50 വർഷം കഴിയുമ്പോൾ നടക്കുന്ന ഒരു സ്വാതന്ത്ര്യമായിട്ട് ഈ ജൂബിലി മാറട്ടെ. കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ, പുരുഷന്മാരും സ്ത്രീകളും സ്വതന്ത്രമാകട്ടെ. അവർ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം ദൈവം വച്ചിരിക്കുന്ന അവകാശം അവർക്ക് ലഭിക്കാനിടയായി തീരട്ടെ. കർത്താവെ, തിരുവചനത്തിൽ വായിക്കുന്നു, യഹോവ എൻ്റെ അവകാശമാകുന്നു, ദൈവം എൻ്റെ അവകാശമാകുന്നു, യേശു എൻ്റെ അവകാശമാകുന്നു. അതുപോലെ തന്നെ കർത്താവിനെ അവകാശമാക്കിക്കൊണ്ട് മുന്നോട്ട് നിൽക്കുവാൻ, തുടർന്നുള്ള നാളുകളിൽ ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. മാത്രമല്ല, ഇവരെ അലട്ടുന്ന രോഗബന്ധനങ്ങൾ, ഇവരെ അലട്ടുന്ന സാമ്പത്തിക വിഷയങ്ങൾ, ഇവരെ അലട്ടുന്ന മറ്റ് കുടുംബ വിഷയങ്ങൾ എല്ലാത്തിനുമേലും നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ വിടുതൽ കൽപ്പിക്കുകയാണ്. ജനം വിടുവിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ.